ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമസ്കാരമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്താ സ്പെഷ്യൽ അറിയോ? ഇതാ അടിപൊളി തലശ്ശേരി കണ്ണൂർ സ്പെഷ്യൽ മുട്ടമാല ഉണ്ടാക്കി. എന്താണ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ സാധനം ഭയങ്കര സക്സസ് ആയി. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞാൽ മോൾട്ടി എല്ലാം ചെയ്തോളുക. എന്താ അറിയോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അല്ലേ മുത്തേ? അയ്യോ, ബെല്ലടിക്കാൻ മറന്നു വരുതെന്ന്. അപ്പോഴാണ് നമ്മൾ ബെല്ല് പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇല്ലേ മുത്തേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വാ. ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇവിടെ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 10 മുട്ടേൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് പാൽപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഏലക്കായി, പിന്നെ നമ്മൾ കുറച്ചൊരു വലിയൊരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പിന്നെ പറയാം. നമുക്ക് ആദ്യം നമുക്ക് എന്തായാലും മുട്ട പൊട്ടിച്ചിട്ട് ഇതിനെ പൊട്ടിച്ച് മഞ്ഞ ഇതാവാതെ മാറ്റണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തായാലും 10 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും 10 മുട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മഞ്ഞക്കരും വെള്ളയും, അതായത് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കണം. പിന്നെ അതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാത്രത്തിൽ എവിടെയും തന്നെ വെള്ളമാവാൻ പാടില്ല, നമ്മുടെ കയ്യിലോ വെള്ളമാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഞ്ഞക്കരുവിനെ എങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നമ്മുടെ അടുത്ത വിരലിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ 2 പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം പോവും. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞക്കരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതൊന്ന് ഈ കയ്യിലോട്ട് ഒന്ന് മാറ്റാം. ഇങ്ങനെ ഒന്ന് മാറ്റുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കാം. നമുക്കിതൊരു ഐഡിയ നമ്മൾ വേറൊരു ഇതിൽ കണ്ട സമയത്ത് ഇത് സക്സസ് ആണെന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ മഞ്ഞക്കരു എടുത്തിട്ട് നമുക്ക് വെള്ളം തീരെ പാടത്തില്ല. ഓക്കെ. നമ്മൾ ഈ അരിപ്പയിലോട്ട് ഇട്ട് വയ്ക്കുക. നമ്മൾ അങ്ങനെ ഇതെന്തായാലും ഈ 10 എണ്ണത്തിന് നമ്മളിനി സെപ്പറേറ്റ് ചെയ്യട്ടെ എന്തായാലും. അപ്പം നമ്മുടെ ഉണ്ടല്ലോ അവസാനത്തെ യെല്ലോയും മാറ്റിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്കിനി വൈറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി വൈറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. വൈറ്റ് നമുക്ക് പിന്നെയാണ് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ യെല്ലോയിലുള്ള പരിപാടികളാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ യെല്ലോനെ ജസ്റ്റ് ഈ അരിപ്പയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പാടയൊന്നും പാടത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇളക്കി എന്തായാലും സെപ്പറേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിപ്പ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ അറിയാൻ പറ്റും, കുറച്ച് പാട പോലെ ഉണ്ടാവും ഇതിൽ മുട്ടയിൽ വെള്ളത്തിൽ. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മൾ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുണ്ടല്ലോ മാല വലിക്കാനുള്ള പഞ്ചസാര പാവ് ഉണ്ടാക്കാൻ പോവാണ്. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആകെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും 1 കപ്പ് വെള്ളം, അതേപോലെ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് തിളപ്പിച്ച് നമ്മളൊരു പരുവത്തിലാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ മാല വലിക്കാൻ തുടങ്ങുള്ളൂ. ഓക്കെ. മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്ന നമ്മുടെ വീട്ടിലെടുത്ത് വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഹോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതുണ്ടെന്ന് കണക്കൂട്ടണം. നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ വെള്ളം കുടിക്കുന്ന ബോട്ടിലെടുത്തിട്ട് അതിലൊരു ഹോൾ ഇട്ടിട്ട് വേണമെങ്കിൽ അതിലൊഴിച്ചിട്ടായാലും മതി. അപ്പോൾ നമുക്കിതിനെ മഞ്ഞക്കരുവിനെ നമ്മൾ മഞ്ഞ എടുത്ത് വെച്ചതിനെ ഇതിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര പാവിലോട്ടുണ്ടല്ലോ കുറച്ച് ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ പഞ്ചസാര പാവ് നല്ല രീതിയിലായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളിതിലെ ചളി ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട്, ഇത് സാധാരണ ഇപ്പോൾ കാണാനില്ല. ഓക്കെ. നമുക്കുണ്ടല്ലോ ഇതിൽ ചളി കളയാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ വെള്ളക്കരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ ആ ചളി ഇതൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റി കിട്ടാൻ പറ്റും. നമുക്കിതിൽ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുമ്പോഴല്ലോ ഈ പതയുടെ കൂടെ ഇതെല്ലാം എടുത്ത് മാറ്റും. നമ്മൾ ഈ ചളിയും
ഈ മുട്ടമാലേൻ്റെ ഇതിൻ്റെ ഈ മുട്ടയുടെ വെള്ളം ഇതെല്ലാം കൂടെ നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് എന്തായാലും മുട്ടമാല ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ സിറപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ മേലെ ഉണ്ടല്ലോ റൗണ്ടിൽ മേലെ പൊക്കിയിട്ട് റൗണ്ടിലാക്കി ഒഴിച്ചു വരിക. അപ്പോൾ ഒരു ഏകദേശം ഒരു 20 സെക്കൻഡിനുള്ളിലുണ്ടല്ലോ നമ്മുടെ മാല റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എവിടെയാണോ പത കാണുന്നത് ആ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് റെഡിയായി വരുന്നതാണ്. നമ്മുടെ മാലയുണ്ടല്ലോ ഏകദേശം റെഡി ആയിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പത മാറിയിട്ട് മാത്രം നമ്മൾ ഈ ഇതെടുക്കാൻ പാടത്തുള്ളൂ. ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഹാ അടിപൊളിയായിട്ട് നമ്മുടെ മാല ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയത്തില്ല. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ ചെരിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ മാല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സിറപ്പൊക്കെ ഒരു സൈഡിലോട്ട് വരത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ജസ്റ്റ് മേലെ പൊക്കിയിട്ട് നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ നല്ല അടുത്തൊഴിക്കുക, റൗണ്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിപ്പോൾ അത്ര കട്ടി വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ലേശം മേലെ പൊക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ചൂടിൽ വെക്കണം. എങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എങ്കിലുണ്ടല്ലോ മാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് നല്ല രീതിയിൽ വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്തായാലും എല്ലാ മാലയും നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഉണ്ടല്ലോ മാല റെഡി ആയിരിക്കുക. നമ്മൾ പ്ലേറ്റ് എന്തുകൊണ്ടാണ് ചെരിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ അറിയാൻ പറ്റുന്നുണ്ടോ, സിറപ്പ് ഇങ്ങനെ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം നമ്മുടെ മാലയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാല കഴിയും. എന്നിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. നമ്മുടെ അവസാനത്തെ മുട്ടമാല കാണാൻ തന്നെ എന്താ രസമല്ലേ, മഞ്ഞൾ മാല പോലെ. അപ്പോൾ നമ്മുടെ മുട്ടമാല അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലോട്ട് വേറൊരു അപ്പം ഉണ്ടാക്കണം. നമ്മുടെ വെള്ളക്കരു കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കണം. ആ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് ആ മാലയൊക്കെ നമ്മൾ വലിച്ച് നല്ല രീതിയിൽ ചെയ്തുള്ളൂ. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് കൂടെ. നമ്മുടെ മുട്ടമാലയ്ക്കുള്ള അപ്പം റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വെള്ളക്കരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളക്കരു ആണിത്. അപ്പോൾ അതിലോട്ട് നമ്മളുണ്ടല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇടാം. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പഞ്ചസാര സിറപ്പാണ്. അപ്പോൾ അത് കുറച്ച് ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിക്സി ജാറിലിട്ടിട്ടൊന്ന് അടിച്ചാലും മതി. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ജാറിലിട്ട് അടിക്കുന്നില്ല, കയ്യിലൊന്ന് നമ്മൾ അടിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഓംലേറ്റിനൊക്കെ അടിച്ച് ഇതാക്കുന്ന പോലെ നല്ല രീതിയിൽ ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ മുട്ട ഇതെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് വെള്ളക്കരുവിനെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും നമ്മൾ ചേർത്തിട്ട് നമ്മളിതിൽ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നിങ്ങൾ കിണ്ണത്തപ്പം വേവിക്കുന്ന പോലെ വേവിച്ചാൽ മതി. ഓക്കെ, വെള്ളം കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി റെഡിയാക്കി വയ്ക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടമാല കൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഒരു ലൈന് സ്ട്രെയിറ്റും ഒരു ലൈന് ക്രോസിലും വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരുവിധം ഷേപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ എന്തായാലും. അപ്പോൾ നമ്മളുണ്ടല്ലോ മുട്ടമാലയിൽ നിന്ന് സിറപ്പൊക്കെ പോകാൻ വേണ്ടി ഇതാണ്ടോ മാലയൊക്കെ കണ്ട കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് മാലയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഫൈനൽ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാം അല്ലേ. ഒന്ന് മാലയൊക്കെ ഒന്ന് ഉടച്ച് റെഡി വയ്ക്കാം. ഇത് നോക്കി കണ്ടോ മാല, ആഹാ അടിപൊളി. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 3-4 എണ്ണം വെച്ചിട്ട്
റെഡിയാക്കി എടുക്കാം. എന്തായാലും നമ്മൾ അപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ മാല എടുത്ത് റെഡിയാക്കി വെക്കാം. ഒന്ന് എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് എന്തായാലും നമ്മളൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഓക്കെ, ഇതുപോലെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി. ഓക്കെ, എന്താ അറിയണ്ടല്ലോ, നമ്മുടെ മോട്ടി കുറേ ദിവസമായി നമ്മൾ ടേസ്റ്റ് വിളിക്കണം ആരാ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മോൾട്ടിനെ വിളിച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. മോൾട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടൊന്ന് പറയണേ. എങ്ങനെയുണ്ട് മുത്തേ? മഞ്ഞക്കൊരു വെള്ള അപ്പം സൂപ്പറായിട്ടുണ്ട്. ആഹാ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമ്മളും പറയാം. എന്തായാലും മോൾട്ടി കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി. ആ മാല കണ്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നോക്കി മാല പോലെ അങ്ങനെ അല്ലേ മുത്തേ? നൂഡിൽസ് പോലെയുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ സാധനം. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.